ബിന്ദുവിൻ്റെ അപ്രതീക്ഷിത വിയോഗം വീടിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ഉൾക്കൊള്ളാനായിട്ടില്ല. ഇപ്പോഴും അവർ ആകെ സ്തംഭിച്ചു നിൽക്കുന്ന പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അശ്വിൻ പാലാഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? ഇന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണല്ലോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗൂഗിൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയിരുന്നു. ആ നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം മുട്ടുചിറയിലുള്ള സ്വകാര്യ മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോവുക. അവിടെയാണ് ഇന്ന് രാത്രി മൃതദേഹം സൂക്ഷിക്കുക. നമ്മളിപ്പോൾ കാണുന്നത് മൃതദേഹം കൊണ്ടുപോകാനായിട്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിയിരിക്കുന്ന ആംബുലൻസാണ്. ഈ ആംബുലൻസിലാണ് ബിന്ദുവിൻ്റെ മൃതദേഹം മുട്ടുചിറയിലുള്ള, അതായത് കടുത്തുരുത്തിക്ക് സമീപമുള്ള മുട്ടുചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കുക. അവിടെ നിന്ന് നാളെ രാവിലെയോടെ തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ബിന്ദുവിൻ്റെ വളരെ അടുത്ത ബന്ധു പുറത്താണ്. അവർ വരുന്നതിനുള്ള ഒരു താമസവും നേരത്തെ സി കെ ആശ എം എൽ എയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. സി കെ ആശ എം എൽ എ മണ്ഡലത്തിലെ ആൾ കൂടിയാണ് ബിന്ദു. എന്തായാലും വീട്ടിൽ എത്തിക്കാനുള്ള നടപടികളെല്ലാം അല്പസമയത്തുള്ള, അതായത് ഇവിടെ നിന്ന് മൃതദേഹവുമായി പോകാനുള്ള നടപടികളെല്ലാം അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകും. നിലവിൽ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള ബന്ധുക്കളും മറ്റ് ആളുകളുമെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഗൂഗിൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിലുള്ളത്. അശ്വിൻ, ഇപ്പോൾ എന്താണ് ഈ മെഡിക്കൽ കോളേജ് പരിസരത്തെ സാഹചര്യം? മുമ്പ് മുഖ്യമന്ത്രി എത്തിയ സമയത്തൊക്കെ വലിയ പ്രതിഷേധവും യുവജന സംഘടനകളുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഒക്കെ അടങ്ങിയോ? ഗൂഗിൾ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഈ മെഡിക്കൽ കോളേജിനകത്തുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ്, ഏകദേശം നിമിഷങ്ങൾ മുമ്പാണ് BJPയുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രവർത്തകർ ഇപ്പോൾ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ അതാണ് കാണുന്നത്. അവർ ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം പ്രതിഷേധം നീണ്ടു. അതിനു മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും എല്ലാം പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ട്. ആശുപത്രിക്കുള്ളിൽ അതിൻ്റെ പ്രധാന വാർഡുകൾക്കുള്ളിലൂടെ SDPയുടെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. അതടക്കം പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്, അയവില്ലാതെ തന്നെ തുടരുന്നുണ്ട്. നാളെയും ഇതിനേക്കാൾ വലിയ പ്രതിഷേധം ഇവിടേക്കുണ്ടാകും. പ്രധാനമായും ഇനിയും VN വാസവനെതിരെ ആയിരിക്കും കോട്ടയം കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. VN വാസവൻ വർഷങ്ങളായുള്ള ആത്മബന്ധം കോട്ടയം മെഡിക്കൽ കോളേജുമായുണ്ട്. അതുകൊണ്ട് തന്നെ VN വാസവനെതിരായ പ്രതിഷേധങ്ങൾ കേന്ദ്രീകരിക്കാനാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒട്ടും കുറയാതെ തന്നെ ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാരിനെതിരായ പൊതുവെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. എന്തായാലും നാളെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇതിനോടകം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടമൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. മൃതദേഹം മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവരുടെ ബിന്ദുവിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും അടക്കമാണ് നിലവിൽ ഈ ആശുപത്രിക്ക് സമീപം, മോർച്ചറിക്ക് സമീപത്ത് എത്തിയിരിക്കുന്നത്. ഇനി അധികം വൈകാതെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് പൊതുദർശനമോ മറ്റോ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. മറ്റേ നടപടികൾ നാളെ ആയിരിക്കും. ഇതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുക. അശ്വിൻ പാലാഴിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് സമീപത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ബിന്ദുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്ന് മുട്ടുചിറയിലെ ആശുപത്രിയിൽ, അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരിക്കും. നാളെ ആയിരിക്കും സംസ്കാരം നടക്കുക.